ചർച്ച് ഓഫ് ഗോഡ് ഓഫ് ഇന്ത്യയുടെ കേരള സ്റ്റേറ്റ് ഓവർസിയറായി കഴിഞ്ഞ ഒരു വർഷക്കാലം സുദീർഘമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാസ്റ്റർ പി ജെ ജെയിംസിനെ തൂലിക ടി വിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ചർച്ച് ഓഫ് ഗോഡിന്റെ പേരിലേക്ക് തന്നെ കടന്നു വരാം. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ബ്രാക്കറ്റിൽ ഫുൾ ഗോസ്പൽ എന്ന് കൊടുക്കാറുണ്ട്. സാധാരണ ഞാൻ ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ ചർച്ചിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കും പൂർണ്ണ സുവിശേഷം അല്ലെങ്കിൽ ഫുൾ ഗോസ്പൽ എന്ന് എഴുതാറുണ്ട്. കേരളത്തിലെ പെന്തക്കോസ്റ്റ് ചർച്ചുകളെല്ലാം മുഖ്യധാര ചർച്ചുകൾ, IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, AG, സ്വതന്ത്ര ചർച്ചുകളെല്ലാം തന്നെ സെയിം ഡോക്ട്രിൻ ഫോളോ ചെയ്യുന്നവരാണ്. CPM ഒഴിച്ചുള്ളവരല്ല. സെയിം വിശ്വാസം എല്ലാം അതേ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നവരാണ്. ഈ ചർച്ച് ഓഫ് ഗോഡിന് മാത്രം പൂർണ്ണ സുവിശേഷം അഥവാ ഫുൾ ഗോസ്പൽ എന്ന് കൊടുക്കാൻ കാരണം ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഇത് സ്ഥാപിച്ചത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ ടെന്നീസിലുള്ള ക്ലീവ്ലാൻഡിലാണ് സ്ഥാപിച്ചത്. ഇത് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ മറ്റൊരു ചർച്ചിൻ്റെ കൂടെ രജിസ്ട്രേഷൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ക്ലീവ്ലാൻഡിലുള്ള ചർച്ച് ഓഫ് ഗോഡും മറ്റത് ആൻഡേഴ്സിനുള്ള ചർച്ച് ഓഫ് ഗോഡും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അധികാരികൾ ആവശ്യപ്പെട്ടു, രണ്ട് സഭയും ചർച്ച് ഓഫ് ഗോഡെന്ന പേരിൽ അറിഞ്ഞപ്പെട്ടാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ആൻഡേഴ്സിനുള്ള ചർച്ച് ഓഫ് ഗോഡിനെ ചർച്ച് ഓഫ് ഗോഡ് എന്നും ക്ലീവ്ലാൻഡിലുള്ള ചർച്ച് ഓഫ് ഗോഡിനെ ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് എന്നും ചേർക്കാൻ തുടങ്ങി. കാരണം ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡിൽ പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ഡോക്ടറിൻ ഇല്ല. എന്നാൽ നമുക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രത്യക്ഷവും ഏകവുമായിരിക്കുന്ന അഭിഷേകത്തിൻ്റെ അടയാളമാകുകൊണ്ട് അവർ തന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫുൾ ഗോസ്പൽ എന്ന് ചേർക്കാം. അങ്ങനെയാണ് ബ്രാക്കറ്റിൽ ഫുൾ ഗോസ്പൽ വരാനൊക്കെ ഇടയായി തീർന്നത്. ഉപദേശപരമായിട്ടല്ല, രജിസ്ട്രേഷൻ വിഷയം വന്നപ്പോഴാണ് അങ്ങനെ ഫുൾ ഗോസ്പൽ എന്നൊരു പേരിട്ട് വന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പാസ്റ്റർ ഓവർസിയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാലയളവിലെ പാസ്റ്റർ പ്രവർത്തനത്തെ പറ്റി ഒന്ന് വിവരിക്കാം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഓവർസിയർ എന്നുള്ള ഭാരിച്ച ചുമതല ദൈവം എന്നെ ഏൽപ്പിച്ചു. കർത്താവിൻ്റെ വലിയ കൃപയാൽ വളരെ ക്രിയാത്മകമായ നേട്ടങ്ങൾ ദൈവസഭയ്ക്ക് കൈവരിക്കുവാൻ ഇടയായി തീർന്നു. ഏകദേശം 10-ലധികം സ്വതന്ത്ര സഭകൾ ചർച്ച് ഓഫ് ഗോഡിനോട് ചേരുവാൻ ഇടയായി തീർന്നു. കൂടാതെ സുവിശേഷം എത്തി നോക്കിയിട്ടില്ലാത്ത കാസർഗോഡ്, കണ്ണൂർ, വയനാട് എന്നിവിടങ്ങളിൽ പുതിയതായിട്ട് നമ്മളൊരു 10-ലധികം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങുവാൻ ഇടയായി തീർന്നു. ആ തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഒരു ശുശ്രൂഷകനെ ഇവിടെ ആക്കി തൽഫലമായിട്ട് ഒരു മാസം ഏകദേശം 10,000-ഓളം രൂപ, 10,000-നകത്ത് വരുന്ന തുക നമ്മൾ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പോസിറ്റീവായ റിസൾട്ടാണ് നമുക്കവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്പമായ പ്രതിബന്ധങ്ങളും സുവിശേഷത്തിനുള്ള എതിർപ്പുകളും ഉണ്ട് എങ്കിലും വളരെ ശക്തമായ രീതിയിൽ അവിടുത്തെ സഭകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആകമാനുള്ള നിലവാരങ്ങളിൽ വലിയ അഴിച്ചുപണികൾ പ്രത്യക്ഷമായി നടന്നില്ല എങ്കിലും ഒരു നല്ലൊരു ആത്മീയ അന്തരീക്ഷം സഭകളിൽ ഉളവാക്കുവാൻ തക്കോണം കർത്താവ് ഇടയാക്കി തീർത്തു. ഞങ്ങൾ മുളക്കഴ കുക്സായിപ്പിൻ്റെ ആസ്ഥാനത്തിൽ ഒരു പ്രയർ ടവർ ആരംഭിച്ചു. അവിടെ മിക്കവാറും ഏത് സമയങ്ങളിലും കർത്താവിൻ്റെ ദാസന്മാർ കടന്നു വന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാദേശിക സഭകളിലും ഉപവാസം, അതുപോലെയുള്ളതായ ആത്മീയ കാര്യങ്ങൾ, ബൈബിൾ പഠനം എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമേറിയ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുകയും സഭകൾ അത് പാലിക്കുകയും ചെയ്യുന്നു. കെട്ടുപണി കാര്യത്തിലും വളരെ നല്ല ഒരു നേട്ടം നമുക്ക് കൈവരിക്കുവാൻ ഇടയായി തീർന്നു. ഏകദേശം 60 ലക്ഷത്തോളം രൂപയുടെ സ്ഥാപക ജന്മ വസ്തുക്കളിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ദൈവസഭയ്ക്ക് വാങ്ങുവാൻ തക്കോണം. പ്രത്യേകിച്ച് ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഹിന്ദുക്കൾ മാത്രമുള്ള ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു 10-30 വിശ്വാസികൾ കൂടി വരുന്ന ഒരു ആരാധന ഉണ്ടായിരുന്നു. വാടകയ്ക്കായിരുന്നു. അവിടെ നമ്മൾ ഏകദേശം 8 ലക്ഷത്തോളം രൂപ കൊടുത്ത് വസ്തു വാങ്ങി. കൂടാതെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ ചർച്ച് ഓഫ് ഗോഡിന് ഒരു കെട്ടുപണി ഇല്ലായിരുന്നു. അവിടെ നമുക്ക് അനേകയിടങ്ങളിൽ സ്ഥലങ്ങൾ വാങ്ങുവാനും കാര്യങ്ങളെ കർത്താവ് റെഡിയാക്കി തീർത്തു. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലും അങ്ങനെ പലയിടങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ആ വിധത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. പൊതുവെ ഒരു ശാന്തമായ അന്തരീക്ഷം ദൈവസഭയ്ക്ക് നൽകി തന്നു എന്നുള്ളതാണ് ഈ നാളുകൾ കൊണ്ട് എനിക്ക് പ്രകടമായി അനുഭവമാക്കാൻ കഴിഞ്ഞ നേട്ടം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു
ഓവറോൾ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കാൽവയ്പ് നടത്തുവാൻ തക്കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല. കാരണം വളരെയേറെ പരിമിതികൾ നമുക്ക് പണപരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പരിമിതികൾ പരിഹരിക്കുവാൻ തക്കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഇടയായി തീർന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഏറെക്കുറെ കുഴപ്പമില്ലാത്തൊരു ആത്മീയ അന്തരീക്ഷം ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമുക്ക് സംജാതമാക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ഇപ്പോൾ കേരള സ്റ്റേറ്റിന് കീഴിൽ എത്ര ചർച്ചകൾ? ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ കീഴിൽ 1000-ൽ ചില്ലുവാനും സഭകൾ ഉണ്ട്. 1600-ഓളം പാസ്റ്റേഴ്സ് ഉണ്ട്. 1000-ൽ ചില്ലുവാനും സഭകളുണ്ട്. അതിൻ്റെ അകത്തൊരു 800-ഓളം സഭകൾ സ്വയം പര്യാപ്തം നേടിയ സഭകളാണ്. ഒരു 100-ലധികം സഭകൾ മറ്റ് സഭകളെ സ്പോൺസർ ചെയ്യത്തക്ക രീതിയിലുള്ള സാമ്പത്തിക ശേഷി ഉള്ള സഭകളാണ്. കർത്തൃദാസന്മാരും വിശ്വാസികളും ഈ ദിവസങ്ങളിൽ സുവിശേഷീകരണത്തെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാടുള്ളവരായി മാറിയതുകൊണ്ട് നമ്മുടെ മുഖ്യധാരാ സഭകളാണ് വാസ്തവത്തിൽ ഈ സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ട് പുതിയ ഇടങ്ങളിൽ വേല ആരംഭിക്കുവാന്നൊക്കെ വേണം നമുക്ക് മുൻകൈ എടുക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്യും. ഓവർസിയർ ആകുന്നതിന് മുമ്പായിട്ട് എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിരുന്നു. ആ സമയത്തെ പ്രവർത്തനത്തെ പറ്റി നോക്കിയിരിക്കും. ഞാൻ വാസ്തവത്തിൽ 1968-ലാണ് രക്ഷിക്കപ്പെടുന്നത്. 69-ൽ മുളക്കഴ ഒരു വിദ്യാർത്ഥിയായിട്ട് കടന്നു ചെല്ലുമ്പോൾ യുവാഞ്ജലിക്കാരനായിട്ടാണ് ഞാനവിടെ ചെല്ലുന്നത്. തുടർന്ന് ഞാനവിടെ പഠിച്ചു. തുടർന്ന് ഉപരിപഠനത്തിന് പോയി മടങ്ങി വന്നു. 1980-ൽ എന്നെ മൗണ്ട് സിയോൺ ബൈബിൾ കോളേജിൻ്റെ രജിസ്ട്രാറായിട്ട് അവർ അപ്പോയിൻ്റ് ചെയ്തു. എന്നാൽ 2003 ആയപ്പോൾ എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ട് അവരെന്നെ ചുമതലപ്പെടുത്തി. 2003-ൽ ഞാൻ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആകുമ്പോൾ ചച്ചക്കോടിൻ്റെ കേരള സ്റ്റേറ്റിലെ ബൈബിൾ കോളേജ് എന്ന് പറയുന്നത് മുളക്കഴ സഭയുടെ സഭാ ഹാളിലാണ് ബൈബിൾ സ്കൂൾ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ 2 വശത്തേക്കുള്ള 2 ചാർത്തുകളിലാണ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. വളരെ പരിമിതമായൊരു സാഹചര്യമായിരുന്നു. കൂടി വന്നാൽ 1000-ൽ താഴെയുള്ളതായ ബുക്സും അങ്ങനെയുള്ള പരിമിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവം എന്നെ ചുമതല ഏൽപ്പിച്ച അനന്തരമായിട്ട് ഇപ്പോൾ 3 ബിൽഡിങ്ങുകൾ സിയൂന്നി പണി വന്നുകൊണ്ടും കർത്താവ് ഇടിയാക്കി തീർത്തു. ചച്ചക്കോടിൻ്റെ ക്ലീവ്ലാൻഡിലുള്ളതായ വേൾഡ് മിഷൻ്റെ സഹായത്തോടു കൂടി YWA പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഫലമായിട്ട് 2 നില കെട്ടിടം പണിതു. കൂടാതെ ഞാൻ തന്നെ അധ്വാനിച്ചും പാസ്റ്റർ PAV സാമിൻ്റെ സഹകരണത്തോടും സഹായത്തോടും കൂടി ഒരു 3 നില കെട്ടിടം ബൈബിൾ കോളേജിന് വേണ്ടിയിട്ട് പണിയാൻ കൊടിയായി തീർന്നു. അതിനുശേഷമായിട്ട് സിയോങ്ങിലൊരു 6 മാസത്തേക്ക് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. കുന്നുംപുറം ആയതുകൊണ്ട് വെള്ളമില്ലായിരുന്നു. നാളുകളായി ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സിയോങ്ങിനോട് തൊട്ടടുത്ത് കിടന്ന ഒരു 3.5 ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങിച്ച് അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് വിശാലമായ 28 അടി നീളം 26 അടി വീതി 30 അടി താഴ്ചയുള്ള ഒരു കിണർ കുഴിച്ചു. ആ കിണറ്റിൽ നിന്ന് 2 വലിയ മോട്ടോർ പമ്പ് ചെയ്താണ് ഇപ്പോൾ സിയോങ്ങിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കൂടാതെ ആ പുതിയ പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ 65,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു അതിമനോഹരമായ ഒരു 6 നില കെട്ടിടം പണിയുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. T ഷേപ്പിലുള്ള ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഫ്ലോർ എന്ന് പറയുന്നത് 10,000 സ്ക്വയർ ഫീറ്റ് അകമുള്ള ഒരു മനോഹരമായിരിക്കുന്ന ഓഡിറ്റോറിയമാണ്. അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് 4,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു കെട്ടിടമാണ് അത്. കൂടാതെ MC റോഡിൽ നിന്ന് ചർച്ചക്കൂടിൻ്റെ ആസ്ഥാനത്തേക്ക് വരുവാനൊരു പൊതുവഴി ഇല്ലായിരുന്നു. മറ്റേ സെഞ്ചുറി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി കൂടെയാണ് ഇങ്ങോട്ട് തിരിഞ്ഞ് കയറിക്കൊണ്ടിരുന്നത് കുസായിപ്പിൻ്റെ കാലത്തോട്ട്. എന്നാൽ കർത്താവ് പ്രത്യേക നിയോഗം വെളിപ്പാടും തന്നതിൻ്റെ ഫലമായിട്ട് MC റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് ഏകദേശം 35 സെൻറ്റോളം സ്ഥലം നമ്മൾ വിലയ്ക്ക് വാങ്ങി ആ വഴി നമ്മൾ പൊതുവിനായിട്ട് വിട്ടുകൊടുത്തു. അത് ഇന്ന് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ തെക്ക് വശത്തൂടെ പോകുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു റിംഗ് റോഡായിട്ട് മാറുവാൻ തക്കോണം കർത്താവ് ഇടയാക്കി. ഇത്രയും നേട്ടങ്ങൾ കഴിഞ്ഞ ഏകദേശം 10 വർഷം കൊണ്ട് ദൈവസഭയ്ക്ക് കൈമാറുവാൻ തക്കോണം ഏകദേശം 4.5 കോടി രൂപയോളം ദൈവസഭയ്ക്ക് കൈമാറുവാൻ തക്കോണം സ്ഥാവര ജംഗമ വസ്തുക്കളും അതിമനോഹരമായിരിക്കുന്ന ഒരു ലൈബ്രറി, ഏകദേശം 15,000 ബുക്സുള്ള ഒരു ലൈബ്രറി, പിന്നീട് ക്രമീകൃതമായ പഠന സംവിധാനവും യൂണിവേഴ്സിറ്റി അപ്ഡേഷനും ഒക്കെ വാങ്ങാൻ തക്കോണം കർത്താവ് സഹായിച്ചു. മുളക്കഴയിൽ ഈ ബിൽഡിങ്സ് എല്ലാം പണിതത് പക്ഷേ M. കുഞ്ഞപ്പീഡ് ഓവർസിയർ ആയിരിക്കുമ്പോഴും പക്ഷേ PJ ജെയിംസ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്തുമാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് 2 പേർക്കും മാത്രമായിട്ട് അവകാശപ്പെടാൻ നോക്കും. മുളക്കടയിലുള്ളതായിരിക്കുന്ന ഈ ശോച്യാവസ്ഥ മനസ്സിലാക്കി ലോകമെമ്പാടുള്ള ചർച്ചബോർഡിലെ ദൈവമക്കൾ ഇതിനെക്കുറിച്ച് വളരെയേറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും താല്പര്യപ്പെടുകയും ഞങ്ങളോട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്നത്തെ കാലത്തൊന്നും
നമുക്ക് സഭാസ്ഥാപനം എന്നുള്ളതായ ഏക ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയതുകൊണ്ട് കേന്ദ്രസ്ഥാനത്ത് ഒരു കെട്ടുപണി നടത്തുവാൻ തൊക്കെ നമുക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ 10 വർഷം കൊണ്ട് ഇത്രയും നല്ല മനോഹരമായ ഒരു കെട്ടുപണി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ആവേശം വന്നു. ഞാൻ ഈ കെട്ടുപണി നടത്തിയത് വാസ്തവത്തിൽ എൻ്റെ 7 പ്രാവശ്യമുള്ള അമേരിക്കയിലെ വിസിറ്റും പിന്നീട് UK, ഗൾഫ് രാജ്യങ്ങളിലുമുള്ള സന്ദർശന നിമിത്തം ദൈവമക്കൾ തന്നതായ പണം കൊണ്ടാണ് പണിതത്. അപ്പോൾ ഞങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണി അവർ പണം ഏൽപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ ചെയ്തെന്നല്ലാതെ അതിൻ്റെ അകത്ത് 1% പോലും ക്രെഡിറ്റ് ഞങ്ങൾക്കില്ല. നിങ്ങളുടെ രണ്ടുപേരും കൂട്ടായ പ്രവർത്തനം. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടായ പ്രവർത്തനം. ക്ലീവ്ലാൻഡ് ചർച്ച് ഓഫ് ഗോഡിന്റെ കീഴിലല്ലേ ഇപ്പം കേരളത്തിലെ ചർച്ച് ഓഫ് ഗോഡ്? അതെ അതെ അതെ. അതുകൊണ്ട് പ്രവർത്തനത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? ക്ലീവ്ലാൻഡ് ആസ്ഥാനത്തിന്റെ ഒരു നിയന്ത്രണം കേരളത്തിലുള്ള പ്രവർത്തനത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ സ്വാതന്ത്ര്യത്തിന് തടസ്സമോ മറ്റ് യാതൊരു കാര്യങ്ങൾക്ക് ഇന്നുവരെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മറിച്ച് ഞങ്ങൾക്ക് മുകളിൽ ഞങ്ങളെ നിയന്ത്രിക്കാനും ഞങ്ങളെ അഡ്വൈസ് ചെയ്യാനും ഒരു ഭരണ സമിതി ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷയിൽ ഞങ്ങളെ കുറെ കൂടെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കുവാൻ തക്കണം കാരണമായി തീരുന്നുണ്ട്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു മലയാളം പെന്തക്കോസ്റ്റൽ മാധ്യമത്തിൽ ക്ലീവ്ലാൻഡ് ചർച്ച് ഓഫ് ഗോഡിന്റെ ഫ്രണ്ടില് ചില സ്റ്റാച്യൂസ് ഉള്ളതായിട്ട് കാണാനിടയായി. ഞാനവിടെ പോയിട്ടില്ല, പാസ്റ്റർ പോയി കാണും. അതിനെപ്പറ്റി ഒന്ന് പറയാം പാസ്റ്റർ അഭിപ്രായം. അതൊരു വാസ്തവത്തില് ഞാൻ ക്ലീവ്ലാൻഡ് ടെന്നീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ പ്രത്യേകമായ ഒരു വ്യക്തികളുടെ രൂപങ്ങളോ പ്രതിമകളോ ഒന്നുമല്ല വെച്ചിരിക്കുന്നത്. അവിടെ ഒരു നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു വാക്ക് വേ ഉണ്ട്, പ്രെയർ വാക്ക് വേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഭൂഗോളത്തിൻ്റെ ഒരു വലിയ ഗോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓരോ രാജ്യങ്ങളെയും രേഖപ്പെടുത്തിയ ശേഷമായിട്ട് അവിടെ ഒരു പ്രെയർ വാക്കിനുള്ളതായ സൗകര്യമുണ്ട്. സാധാരണ ആളുകളോ ചെന്ന് കഴിയുമ്പോൾ അവർ ഓരോ സുവിശേഷം എത്താത്ത ഇടങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം കാണുമ്പോൾ ആ സ്ഥലത്തെ അവർ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അവർ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു വ്യക്തി പൂജയ്ക്കോ മറ്റൊരു വിഗ്രഹാരാധനയ്ക്കോ അതിന് ഇന്നുവരെ ഉതകുന്നതായിട്ടോ അങ്ങനെയൊരു ശ്രമം നടന്നതായിട്ടോ എനിക്കിതുവരെ അറിയാൻ തക്കണം കഴിഞ്ഞിട്ടില്ല. ചർച്ച് ഓഫ് ഗോഡിന്റെ ചരിത്രം നോക്കിയാൽ പാസ്റ്റർ RF കുക്ക് ആണെന്ന് തോന്നുന്നു ആദ്യത്തെ ഓവർസിയർ. RF കുക്കിന്റെ കാലം മുതൽ പാസ്റ്റർ ലിൻസെ ആയിരുന്നു ലാസ്റ്റ് ഓക്കെ. അവരുടെ കാലം വരെ ഒരു കാലഘട്ടം നമുക്ക് ഇതിനോട് പറയാം. അത് കഴിഞ്ഞ് പാസ്റ്റർ TM വർഗീസ് മുതൽ പാസ്റ്റർ ET വരെ PY സാം വരെ ഉള്ള ഒരു കാലഘട്ടം. അതിനുശേഷം ഉള്ളത് വേറൊരു കാലഘട്ടം. അതായത് വിദേശ മിഷനറിമാര് ഇന്ത്യയിലെ കേരളത്തിലെ ചർച്ച് ഓഫ് ഗോഡിനെ കൺട്രോൾ ചെയ്തൊരു കാലഘട്ടം. അതിനുശേഷം അവരുടെ നോമിനീസ് ആയിരുന്ന പാസ്റ്റർ TM വർഗീസ്, പാസ്റ്റർ PY സാം, പാസ്റ്റർ MV ചാക്കോ സാറ്, അങ്ങനെ തുടങ്ങിയ പാസ്റ്റർമാർ അവർ നോമിനീസ് ആയിരുന്നു. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രാതിനിധ്യവും ഓവർസിയറായിട്ട് ഉള്ള ഇലക്ഷനിൽ ഇല്ലായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ഇലക്ഷനിൽ വന്നപ്പോൾ അല്പമായുള്ള പ്രാതിനിധ്യം ലഭിച്ചു, ജനാധിപത്യ രീതിയിലേക്ക് തിരിഞ്ഞു. കഴിഞ്ഞ ഇലക്ഷനിൽ പൂർണ്ണമായ രീതിയിൽ ജനാധിപത്യ രീതിയിലായിരുന്നു. ഈ പ്രവണതയെ പാസ്റ്റർ എങ്ങനെ കാണും? ഇത് കാലോചിതമായ മാറ്റമെന്ന് നോക്കിയിട്ട് നമുക്ക് വിളിക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ വൈദേശിക മിഷണറിമാർക്ക് ഇന്ത്യയിൽ ഒരു മതേതര രാജ്യത്ത് വന്ന ഒരു പ്രത്യേക മതത്തിന്റെ പ്രചരണം നടത്തുന്നതിൽ ഉള്ളതായ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് വിദേശ മിഷണറിമാർ ഇന്ത്യയോട് വിട പറയുകയായിരുന്നു. തുടർന്ന് തദ്ദേശീയരായ ദൈവദാസന്മാരെ ആ ചുമതല ഏൽപ്പിച്ചു. പ്രാരംഭകാലങ്ങളിൽ പ്രഗത്ഭന്മാരും പ്രസിദ്ധന്മാരും പ്രാപ്തന്മാരുമായ ദൈവദാസന്മാർ ഇല്ലാതിരുന്നതുകൊണ്ട് വൈദേശിക മേൽക്കോയ്മയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷമായിട്ട് പ്രാപ്തന്മാരായ ദൈവദാസന്മാർ ഓരോരുത്തർ മാറി വന്ന സ്ഥിതി അനുസരിച്ച് അവർ ഭരണം ഏറ്റെടുത്തു. എന്നാൽ ഒരു ജനാധിപത്യമായ ഭരണം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനെ ഓവർസിയറെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം വിശ്വാസികൾക്കില്ല, ഓർഡൈൻ മിനിസ്റ്റേഴ്സിന് മാത്രമേ നമ്മൾ കൽപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ വാസ്തവമായിട്ട് ചെയ്തു വരുന്നതെന്ന് പറയുന്നത് കൂട്ടായി ചിന്തിച്ചിട്ട് അവരുടെ ഇടയിൽ കൊള്ളാവുന്നൊരു ദൈവദാസനെ ആ ചുമതല അവരങ്ങ് ഫലമേൽപ്പിക്കുകയായിരുന്നു. അല്ലാതെ ജനറൽ ബോഡി കൂടി ആ കാര്യത്തെക്കുറിച്ചൊരു ചിന്തയിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയില്ലായിരുന്നു. ഇപ്പോഴും വാസ്തവത്തിൽ ഞാൻ ഒരു പ്രിഫറൻസ് ബാലറ്റിൽ കൂടെയാണ് ഓവർസിയർ ആയത് എങ്കിലും എനിക്ക് അപ്രൂവൽ ക്ലീവ്ലാൻഡ് ടെന്നീസിൽ നിന്ന് വരണമായിരുന്നു. ഇത് ഒരു സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് വേണമെങ്കിൽ അവർക്ക് നള്ളിഫൈ ചെയ്യാം, ഇതിന് വേണമെങ്കിൽ അവർക്ക് ഓൾട്ടർ ചെയ്യാം, ഇതിന് വേണമെങ്കിൽ അവർക്ക് റിഫ്യൂട്ട് ചെയ്യാം. എന്നാൽ ഇത് ഓവറോൾ നോക്കിയിട്ട് എൻ്റെ കഴിഞ്ഞകാല പെർഫോമൻസും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ
ഈ പ്രിൻസിപ്പാലിനെ അവർ അപ്രൂവ് ചെയ്തിട്ട് അവരെനിക്ക് ചുമതല ഏൽപ്പിക്കുകയും ചെയ്യും. ഇനിയും കുറച്ച് നാൾ കഴിയുമ്പോൾ കേരളത്തിലെ ചർച്ച് ഓഫ് ഗോഡ് സ്വന്തമായിട്ട് പ്രവർത്തിക്കും എന്ന അഭിപ്രായമുണ്ട്. ക്ലീവ്ലാൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വാസ്തവത്തില് ക്ലീവ്ലാൻഡ് ഒരു ഡയോക്ലീഷ്യന്റെ വാള് പോലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊരു തടസ്സമായിട്ട് നീങ്ങുകയോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അവര് പരിമിതിപ്പെടുത്തുകയോ ചെയ്യുന്നതായിട്ട് ഒരു അനുഭൂതി ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ കാലഘട്ടം പിന്നിടുമ്പോൾ കാലോചിതമായ മാറ്റങ്ങൾ ആന്തർദേശീയ ഭരണ സംവിധാനത്തിൽ അവർ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ബേസ്ഡ് ഓൺ ദി ഫണ്ടമെന്റൽ ഡോക്ട്രിൻ ഓഫ് ദ ബൈബിൾ കാലോചിതമായ മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ അവർ അനുവാദം നൽകിയെന്നിരിക്കാം. ഇപ്പോൾ പറയാനൊക്കെ പാഷ മുമ്പേ പറഞ്ഞല്ലോ, പ്രിഫേർഡ് ബാലറ്റിൽ കൂടെ പാഷ അധികാരത്തിൽ വന്നു. ഈ ഇലക്ഷനെ നമ്മളെങ്ങനെ കാണുന്നു? ബിബ്ലിക്കൽ വേയിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ സഹോദരനെ നമ്മളെക്കാൾ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളട്ടെ എന്നല്ലേ ബൈബിൾ പറയുന്നത്. നമുക്ക് ഒരാൾ കാൻഡിഡേറ്റ് വന്നു, പുള്ളി നോമിനേഷൻ കൊടുത്തു. അതിനെതിരായിട്ട് നമ്മൾ ഒരു നോമിനേഷൻ കൊടുക്കുമ്പോൾ അത് നമ്മൾ ഏത് രീതിയിൽ അതിനെ നമുക്ക് കാണാൻ സാധിക്കും? അതായത് ഈ എൻ്റെ ചിന്താഗതിയിൽ കത്തോലിക്ക സഭയിൽ ഉള്ളതുപോലെ പോപ്പിനെ എടുക്കുമ്പോൾ ഒരു കാൻഡിഡേറ്റ് ഇലക്ഷൻ നിൽക്കുന്നില്ല. എല്ലാവരും കൊണ്ട് 136 കർദിനാളന്മാർ ഒന്നിച്ചു കൂടുന്നു. അവർ ശ്രേഷ്ഠന്മാരായിട്ട് അവർക്ക് തോന്നുന്ന ആൾക്കാരെ അവരുടെ പേരുകൾ അവർ നോമിനേറ്റ് ചെയ്യുകയല്ല, അവരൊന്നിച്ച് എഴുതിയിട്ടിട്ട് അതിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പോപ്പായിട്ട് തീരുന്നു. അത് സ്വല്പം കൂടെ നല്ല രീതിയല്ലേ? പെന്തുക്കുസുകാർ ആ മാർഗം സ്വീകരിച്ചാൽ ഒരാളിനെ ഇലക്ഷൻ തോൽപ്പിച്ചു അല്ല ഒരാൾ ജയിച്ചു എന്നുള്ള ആ രീതി വരാതെ ഈ രീതിയിൽ നമുക്ക് ശ്രമിച്ചാൽ നന്നായിരിക്കുകയല്ലേ? എനിക്ക് തോന്നുന്ന ഈ 2012 ജനുവരി മാസത്തിൽ നടന്ന ചർച്ച് ഓഫ് ഗോഡിന്റെ ഈ നേതൃമാറ്റത്തെക്കുറിച്ച് വാസ്തവത്തിൽ പൊതുലോകത്തിന് വേണ്ടത്ര ഗ്രാഹ്യം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് ദൈവദാസന്റെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. വാസ്തവത്തിൽ പാസ്റ്റർ എം കുഞ്ഞപ്പി അവറുകൾ ഓവർസിയറായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃമാറ്റം എന്ന് പറയുന്ന ഒരു വിഷയം പൊതുവെ ഒരു ചർച്ചാ വിഷയമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ കാര്യം ചർച്ച കൊണ്ട് ചുമതലപ്പെട്ട ഫീൽഡ് ഡയറക്ടറും സൂപ്രണ്ടും ഈ വിഷയത്തെക്കുറിച്ച് കേരള സ്റ്റേറ്റ് കൗൺസിലുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പഴയ കൗൺസിലും പുതിയ കൗൺസിലും കൂടെ കൂടി ഏകദേശം 22 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ വെച്ച് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായൊരു ചർച്ച നടന്നു കഴിഞ്ഞപ്പോൾ 22 പേരിൽ ഏകദേശം 19ഓളം പേര് ഒരു നേതൃമാറ്റം ആവശ്യമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട അന്തർദേശീയ അധികാരികളെ അറിയിക്കുവാൻ തക്കോണം കാരണമായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നേതൃമാറ്റത്തിൻ്റെ ആവശ്യകത ഇപ്പോൾ ഒഴിവാക്കുവാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തി. ഞാൻ ആ സമയത്ത് അവരോട് പറഞ്ഞു, വേണ്ട, പാസ്റ്റർ എം കുഞ്ഞപ്പി തന്നെ തുടരട്ടെ, അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹം തന്നെ തുടരട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണശൈലിയിൽ ഒരു ചെറിയ മാറ്റമൊക്കെ വരുത്തി കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്, അദ്ദേഹം തന്നെ തുടരട്ടെ എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പാസ്റ്റർ എം കുഞ്ഞപ്പിയും ആ കാര്യത്തെ അങ്ങനെ തന്നെ ആകട്ടെ എന്നുള്ള ചിന്തയിലാണ് വന്നത്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട 22 പേരിൽ പഴയ കൗൺസിലും പുതിയ കൗൺസിലിനുള്ള 19 പേര് നേതൃമാറ്റം ആവശ്യമാണ് എന്ന് അറിയിക്കുകയും തുടർന്ന് അങ്ങനെയാണെങ്കിൽ ജനറൽ ബോഡിയുടെ അഭിപ്രായം ആരായാമെന്ന് പറയുകയും അന്ന് അവിടെ കൂടിയിരുന്ന ഏകദേശം 750-800ഓളം ശുശ്രൂഷകന്മാരുടെ നടുവിൽ ഈ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു. ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അവരും അഭിപ്രായപ്പെട്ടൊരു കാര്യമാണ് നേതൃമാറ്റം അത്യാവശ്യമാണ് എന്ന്. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം നമ്മുടെ വിദേശ മിഷണറിമാര് കേരളത്തിൽ വരുന്ന പ്രത്യേക സന്ദർഭം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ്. അല്ലാതെ നമുക്ക് കേരളത്തിൽ അങ്ങോളം അങ്ങോട്ടുള്ള ദൈവദാസന്മാരെ കൂട്ടിവരുത്തൊരു പ്രത്യേക സമ്മേളനം നടത്തുവാനുള്ള സാഹചര്യം സംജാതമായിരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ജനറൽ ബോഡി ഇതിനെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ ചൂടേറിയ സംസാരങ്ങൾ ഉണ്ടാവുകയും നേതൃമാറ്റത്തെക്കുറിച്ച് ജനറൽ ബോഡി ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ പുതിയ നേതൃസ്ഥാനത്തേക്ക് ആരാണ് വരേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുകയും ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ 1996 തൊട്ട് കാരി സാഹിബിൻ്റെ കാലം തൊട്ട് പാസ്റ്റർ പി ജെയിംസ് അടുത്ത ഓവർസിയർ ആകണമെന്ന്
ഉള്ള ഒരു അഭിപ്രായം അവിടെ നിലനിൽക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ പാസ്റ്റർ പി ജെയും സാകുന്നു നല്ലതായിരിക്കുമെന്ന് പറയുകയും അങ്ങനെയാണ് അവിടെ ഒരു പ്രിഫറൻസ് ബാലറ്റ് എടുക്കുവാൻ തക്കവണ്ണം കാരണമായിട്ട്. പാസ്റ്റർ, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഏതോ ഒരു മീറ്റിങ്ങിൽ വെച്ച് സ്ത്രീകൾ കൈ ഉയർത്തി ആരാധിക്കുന്നതിനെപ്പറ്റി എതിർത്ത് സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടു. അതിനെപ്പറ്റി എന്താ സാധാരണ രീതിയിൽ നമ്മുടെ അമേരിക്കയിലുള്ള ചർച്ചുകളിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിന് എല്ലാവരും ഒന്നിച്ച് കൈകൾ ഉയർത്തി സ്ത്രീകളും സഹോദരന്മാരും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാറുണ്ട്. ഇതിന് പാസ്റ്റർ വിയോജിപ്പില്ല? എനിക്ക് അതിനെക്കുറിച്ച് ബിബ്ലിക്കലായിട്ടുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാനുള്ളൂ. കൾച്ചറലായിട്ടൊരു അഭിപ്രായം എനിക്ക് പറയാനില്ല. ഞാനതവിടെ നമ്മുടെ ചച്ചക്കോടിൻ്റെ സ്റ്റേറ്റ് കൺവെൻഷനിൽ സഹോദരിമാരുടെ മീറ്റിംഗ് നടക്കുമ്പോഴാണ് ഞാൻ സഹോദരിമാരോട് ഈ കാര്യം പറയുന്നത്. പൊതുവായിട്ടുള്ളൊരു മീറ്റിങ്ങിലല്ല പറയുന്നത്. സഹോദരിമാരുടെ മീറ്റിംഗ് നടക്കുമ്പോൾ സഹോദരിമാരോട് പറഞ്ഞത് ഒരു കാര്യമുണ്ട്. നിങ്ങൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം, മാതൃകാപരമായി ജീവിക്കണം, മക്കളെ ചിട്ടയോടെ വളർത്തണം. കൂടാതെ നിങ്ങൾ സഭായത്തിന് ആരാധനയ്ക്കൊക്കെ എല്ലാവരും കരം ഉയർത്തി സ്തോത്രം ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ തലയുടെ മുകളിലേക്ക് കരം ഉയർത്താം. 2 വശത്തേക്ക് നിങ്ങൾ കരം ഉയർത്തുന്ന മാക്സിമം തല വരെ നിങ്ങൾക്ക് കരം ഉയർത്താം. അല്ലാതെ മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അത് ഓക്വേർഡാണ്. ഞങ്ങളെ പിതാക്കന്മാർ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ വേദോസം അതാണ് പറയുന്നത്. വിശുദ്ധന്മാർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ കരം അനക്കരുതെന്നോ കരം ബന്ധിക്കപ്പെട്ടിരിക്കണമെന്നോ ആരാധന സമയത്ത് സഹോദരിമാർക്ക് അതിനുള്ളതായ പരിമിതി ഉണ്ടോ എന്നോ ഞാൻ പറഞ്ഞില്ല. കരം ഉയർത്താം. പക്ഷെങ്കിൽ ഈ കരം ഉയരുമ്പോൾ തീർച്ചയായിട്ടും കരങ്ങൾ തലയുടെ മുകളിൽ വശത്തേക്ക് ഉയരരുത് എന്നാണ് ഞങ്ങളെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സഹോദരന്മാർ കരം ഉയർത്തുന്ന സമയത്ത് മുഷ്ടി ഉരുട്ടി കരം ഉയർത്തരുത്. കരം വിടുത്തിപ്പിടിച്ചാണ് കരം ഉയർത്തേണ്ടത്. കരം ഉയർത്തുമ്പോൾ നമ്മൾ കരം ഇങ്ങനെ പിടിച്ച് ജനത്തിന് നേരെ പിടിക്കരുത്. കരം ഇങ്ങനെ പിടിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ മേൽ ഒഴുകട്ടെ എന്നുള്ള രീതിയിൽ കരം ഉയർത്തണം. ഇത്യാദി കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ആരോ അതിനെ കൂട്ടിമാറ്റി ഞാൻ അങ്ങനെ സഹോദരിമാര് സഭയിൽ കരം അനക്കരുത് എന്നുള്ളൊരു ചിന്തയിൽ കൊണ്ടുവന്നതായിട്ട് ഇങ്ങനെ ചിത്രീകരിച്ചെങ്കിൽ അത് പ്രസക്ത ഭാഗം മാത്രം ഉൾക്കൊള്ളിച്ചു. ചർച്ച് ബോർഡിന്റെ കീഴിൽ ഇപ്പോൾ മിഷൻ ബോർഡ്, എഡ്യൂക്കേഷൻ ബോർഡ്, അതിന്റെ പ്രവർത്തനത്തെ പറ്റി ചർച്ച് ബോർഡിന്റെ ഭരണ സംവിധാനം വളരെ വ്യവസ്ഥാപിതമാണ്. നമ്മൾ വാസ്തവത്തിൽ സഭ ദൗത്യം പുറത്ത്, അഡ്മിനിസ്ട്രേഷൻ അകത്ത്, സഭയ്ക്ക് പുറത്ത് മിഷൻ ഫീൽഡ്. നമ്മൾ സഭയ്ക്കകത്ത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രവർത്തന സംവിധാനമുണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ക്രെഡൻഷ്യൽ ബോർഡ്, അതുപോലെ തന്നെ ബൈബിൾ കോളേജ്, അതുപോലെ തന്നെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്, വിവിധ സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെന്റ് ഇത്യാദി കാര്യങ്ങളെല്ലാം സഭയുടെ അകത്തുള്ള പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടെ കാര്യക്ഷമത കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വ്യവസ്ഥിതിയാണ്. എന്നാൽ സഭയുടെ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നതാണ് മിഷൻ ഡിപ്പാർട്ട്മെന്റ്. മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വളരെ ശക്തമായ ഒത്തിരി പ്രവർത്തനം, ചർച്ച് ഗ്രോത്ത്, അതുപോലെ തന്നെ ക്രൂസൈഡ് മിനിസ്ട്രി, പിന്നീട് ഇവാഞ്ചലിസം മിനിസ്ട്രി ഇത്യാദി ശുശ്രൂഷകൾ നമ്മൾ വളരെ കാര്യക്ഷമമായ രീതിയിൽ നടത്തി. നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ് ഉള്ള ചർച്ചുകൾ കേരളത്തിലെ ചർച്ചിന്റെ അണ്ടറിലാണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ രീതി എന്ന് വെച്ചാൽ ഏതൊരു സ്റ്റേറ്റിൽ ചർച്ച് ഓഫ് ഗോഡിന്റെ വർക്കുണ്ടോ ആ സ്റ്റേറ്റിൽ കേന്ദ്രം നിയമിച്ചിരിക്കുന്ന ഒരു ഭരണസമിതി ഉണ്ടെങ്കിൽ ആ സമിതിയുടെ കീഴിലായിരിക്കും ഏതൊരു സ്റ്റേറ്റിലെയും വർക്ക്. നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്ന ഇവിടെ ഇപ്പോൾ ടെക്സാസ് സ്റ്റേറ്റിലുള്ളതായ മലയാളം ചർച്ചസിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടെയുള്ളതായിരിക്കുന്ന സ്റ്റേറ്റ് ഓവർസിയർക്കും അദ്ദേഹത്തിന് കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിക്കുമാണ്. ഇവിടെ നിന്നുള്ള കംപ്ലീറ്റ് എഴുത്തുകുത്തുകളും ഇവരുടെ പണപരമായ റിപ്പോർട്ടുകളും എല്ലാം ഇവിടെ ഉള്ളവർക്കാണ് കൊടുക്കേണ്ടത്. എന്നാൽ കേരള സ്റ്റേറ്റുമായിട്ട് യാതൊരു ബന്ധവും ആ രീതിയിൽ. എന്നാൽ കേരള സ്റ്റേറ്റിന്റെ ഏകദേശം 1000 ചില്ലുവാനും പ്രാദേശിക സഭകളിൽ നിന്ന് അമേരിക്കയിൽ വന്ന് കുടിയേറി പാർത്തിരിക്കുന്ന വിശ്വാസികൾക്ക് ധാർമ്മികമായിട്ടും വൈകാരികമായിട്ടൊരു അടുപ്പം കേരളത്തിലെ പ്രവർത്തനങ്ങളോടുള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളോട് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യണമെന്ന് പറയുകയും അവരങ്ങനെ ഒരു മിഷൻ ഓഫറിങ് ഞങ്ങൾക്ക് തരികയും ചെയ്യുന്നു. അല്ലാതെ ഞങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് അവരുമായിട്ട് യാതൊരു ബന്ധം. ഈ ചെറിയ ചർച്ചുകൾ ഇപ്പം ഡാളസ് തന്നെ എനിക്ക് തോന്നുന്നു ചർച്ച് കോഴി 8-9 ചർച്ചുകളുണ്ടെന്ന് തോന്നുന്നു. അതിലൊരു 2-3 ചർച്ചുകൾ മാത്രമേ ഉള്ളൂ ഒരു 40 ഫാമിലി മേളിലുള്ളത്. ഈ ചെറിയ ചർച്ചുകളെ കൺട്രോൾ ചെയ്ത്, അതായത്
പുതിയ ചർച്ച് തുടങ്ങുകയാണെങ്കിൽ ഇത്ര ഫാമിലി കുറഞ്ഞുള്ള ചർച്ചിന് അപ്രൂവൽ കൊടുക്കുകയില്ല, അങ്ങനെ വല്ലതും? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നമുക്കത് വളരെ സ്ട്രിക്റ്റായ കാര്യമാണ്. ഒരു സഭ തുടങ്ങണമെങ്കിൽ നമ്മൾ നേരെ ഡിസ്ട്രിക്ട് ഓവർസിയർക്ക് നമ്മൾ ലെറ്റർ കൊടുത്ത് ആ ലെറ്ററിൻ്റെ വെളിച്ചത്തിൽ അവരിവിടെ വന്ന് ആളുകളെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് അവർക്ക് തൃപ്തിയിലാണ്. പാസ്റ്റർ ഫാമിലിയെ പറ്റി ഒന്ന് പറയാം. എനിക്ക് ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് ആനി എന്നാണ്. 3 മക്കളുണ്ട്. മൂത്തത് മകളാണ്. അവരുടെ പേര് ക്രിസ്റ്റ എന്നാണ് പേര്. മോടെ വിവാഹം കഴിഞ്ഞു. അവർ കുടുംബമായിട്ട് ഫിലദൽഫിയയിലെ ലാൻസ്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്ത്. മോൻ്റെ പേര് ജോജി എന്നാണ്. ഒരു കൊച്ചുമോനുണ്ട്, നെയ്ത്തൻ. അവർ എബനേസർ ചർച്ചക്കൂടിൽ കർത്താവിനെ ആരാധിക്കുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു മോനുണ്ട്. അവന് എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. ഏറ്റവും ഇളയൊരു മോളാണ്. അവൾ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് പന്തളത്ത് ജോലി ചെയ്യുന്നു. ഇത്രയും സമയം തുലിക TVക്ക് വേണ്ടി സമയം അനുവദിച്ച പാസ്റ്റർ PJ ജെയിംസിന് നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ അഭിമുഖത്തിൽ സഹകരിച്ച ഷാജി മണിയാറ്റ്, ബ്രദർ പ്രസാദ്, ബ്രദർ സമീം, എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തുലിക TV ദൈവം അനുഗ്രഹിക്കുന്നു. താങ്ക് യു.